ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഡ്രീം ഓഫ് മൈ മൈൻഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറി ബ്ലോസമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെറി ബ്ലോസം ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത്, ഏത് കളറാണ് നമ്മുടെ ഫീനിക്സ് പേപ്പർ എടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, ഇവിടെ നമ്മളെ പിങ്ക് കളറിലെ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിങ്ക് കളറിലെ ഫീനിക്സ് പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ചെറിയ 2 പീസുകൾ ഇങ്ങനെ വൈറ്റ് കളറും റെഡ് കളറും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 3 കളറിലെ ഫീനിക്സ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന് ലീഫ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 കളറിലെ ഫീനിക്സ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു നല്ലൊരു കാപ്പി കളറിലെ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ 2 ടൈപ്പ് ഫ്ലോറൽ വയറാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള വണ്ണമുള്ള സൈസ് ഫ്ലോറൽ വയർ ഒരെണ്ണമുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് ഫ്ലവർ ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു നീളത്തിൽ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കമ്പി, ചെറിയ തിന്നായിട്ടുള്ള കമ്പികളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവർ ബഡിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കത്രിക, ഗമ്മ്, ഫെവിക്കോളിൻ്റെ ഗമ്മാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചെറി ബ്ലോസം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു 10x5 എന്ന മെഷർമെൻറ്റിൽ ഒരു പിങ്ക് കളറിലെ ഫീനിക്സ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതായത് ഞാൻ ഇങ്ങനെ ചെറിയ ഇതൊരു 2 സെൻറ്റിമീറ്റർ അളവാണിത്, മെഷർമെൻറ്റാണിത് ഈ ഒരളവെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് 5 പെറ്റൽസാണ് ആവശ്യമുള്ളത്. അപ്പോൾ 5 പെറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതായത് നമ്മൾ താഴേന്ന് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് കൂടി നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 പെറ്റൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 5 പെറ്റൽസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ താഴത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം, ഒന്ന് പിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് നമ്മുടെ കത്രികയും കൊണ്ടിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് എല്ലാ പെറ്റൽസും ഒന്ന് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നു. അതിനുശേഷം ഇതൊന്ന് വളച്ചു കൊടുക്കുന്നു. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ 5 പെറ്റൽസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പറിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ്, അതായത് 4x4 എന്ന മെഷർമെൻറ്റിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വിടുക എന്നാണ് ചെയ്യുന്നത്.
ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഓരോരോ പീസായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഓരോരോ പീസായിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഈ ഇതുകൂടി ഒന്ന് ചുരുട്ടിയെടുക്കാം. അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്കെച്ച് പെൻ എടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ ഈ എഡ്ജിൽ മാത്രം ഒന്ന് നമുക്ക് കളറൊന്ന് കൊടുക്കണം, ഷെയ്ഡൊന്ന് കൊടുക്കാം. അതായത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഈ എഡ്ജിൽ മാത്രം ഒന്ന് നമ്മുടെ സ്കെച്ച് പെൻ കൊണ്ട് ഒന്ന് കളർ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സ്കെച്ച് പെന്നും കൊണ്ട് ഒന്ന് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഫ്ലോറൽ വയറിൻ്റെ എഡ്ജ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരറ്റം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊന്ന് നമ്മുടെ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ വയറിൻ്റെ ഈ എഡ്ജിലൊന്ന് ചുറ്റി കൊടുക്കാം. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ നമ്മുടെ റെഡ് കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3x3 ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇതും നമ്മൾ നമ്മുടെ വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ കട്ട് ചെയ്ത പോലെ തന്നെ ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എഡ്ജ് കൂടി ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പിരിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്കൊന്ന് പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ ഭാഗത്തൊന്ന് പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വൈറ്റ് കളറിലെ ഒട്ടിച്ചിരുന്നല്ലോ, അതിൻ്റെ താഴെയായിട്ട് കുറച്ച് താഴെയായിട്ട് നമ്മൾ ഇതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണേ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാട്ടോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓരോരോ പെറ്റൽസ് എടുത്തിട്ട് ഇതിന് ചുറ്റിനുമായിട്ട് ഒട്ടിക്കാൻ പോവുകയാണേ. ഒരു പെറ്റൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ താഴത്ത് ഭാഗത്ത് നമുക്ക് കുറച്ച് പശ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത പെച്ചിലെടുത്തിട്ട് പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഓരോരോ പെറ്റൽസായിട്ട് നമുക്ക് ഇതിന് ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 പെറ്റൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അടുത്ത പെറ്റൽ എടുത്തിട്ടുണ്ട്. പശ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ നമ്മൾ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അടുത്ത പെറ്റൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒട്ടിച്ചേക്കണത്. അപ്പം ഇനി ഒരു പെറ്റൽ കൂടെ നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ലാസ്റ്റ് പെറ്റൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 5 പെറ്റൽസ് ആയിരുന്നല്ലോ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ പെറ്റൽ കൂടി ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഗ്രീൻ ടേപ്പ്, നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റിങ്ങനെ താഴേക്ക് കൊടുക്കണം. നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇവിടെ ഒരു 2-3 ചുറ്റൊന്ന് ചുറ്റിയതിന് ശേഷം നമുക്ക് താഴേക്ക് ചുറ്റി കൊടുക്കാം. നമുക്ക് ഇവിടെ കൂടി ഒന്ന് പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ചെറി ബ്ലോസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ചെറി ബ്ലോസം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ഫ്ലവർ ബഡ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലവർ ബഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു പീസ് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫ്ലോറൽ വയറിലേക്കൊന്ന് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ എഡ്ജിലൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് ഒരു ബഡിൻ്റെ ഷേപ്പിൽ ഒരു മുട്ട് പോലെ ഒന്ന് ചുറ്റിയെടുക്കുവാണ്. ഒരു കുഞ്ഞു മുട്ടാട്ടോ നമ്മൾ ഇതൊരെണ്ണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പശ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കാം. കുഞ്ഞു മുട്ടിൻ്റെ ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് തന്നെയാണ് ഞാൻ ഇതിലൊന്ന് ചുറ്റി കൊടുക്കാൻ പോകുന്നത്. ഫ്ലോറൽ ടേപ്പ് ഒന്ന് മുകളിലേ തുടങ്ങി ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. താഴേക്ക് കൂടി നമുക്കൊന്ന് ചുറ്റിയെടുക്കാം.
ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തേക്കാം. പശ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറി ബ്ലോസം ഒരു കുഞ്ഞു മുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു മുട്ട് കൂടി ഫ്ലവർ ബഡ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ വയർ ഈ എഡ്ജൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ബഡിൻ്റെ ഷേപ്പിൽ ഒരു ബോൾ പോലെ, കുഞ്ഞു ബോൾ പോലെ നമ്മളൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് ഒരു ചെറിയ ബോളിൻ്റെ ഷേപ്പിലൊന്ന് എടുക്കാം. കണ്ടോ, ഇങ്ങനെയാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് നമ്മുടെ പിങ്ക് കളറിലെ ഫീനിക്സ് പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് വെച്ചൊന്ന് ഒട്ടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് നമ്മുടെ പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒട്ടിച്ചെടുക്കുവാണ്. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് താഴേക്ക് ചുറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റിയെടുക്കാതെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ അറ്റത്തു കൂടി ഒന്ന് പശയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ബഡ് റെഡി. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്ലവർ ബഡ് ചെറുത് തീരെ ഒരു സ്മോൾ ഫ്ലവർ ബഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതുപോലെ ഫ്ലവേഴ്സും ഫ്ലവർ ബഡ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ചെറി ബ്ലോസം ഫ്ലവർ? അത് കണ്ടോ, ഇവിടെ ബഡ്സ്, കുഞ്ഞു കുഞ്ഞു ബഡ്സ് ഉണ്ട്. നമ്മൾ 2 വലിയ ബഡ്സ് കൂടി ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ഒരു ബഞ്ചാക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2 കുഞ്ഞ് ബഡ്സ് എടുക്കാം. 2 കുഞ്ഞു ഫ്ലവർ ബഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഫ്ലവർ ബഡ് കൂടി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നമ്മുടെ സ്റ്റിക്കിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കാൻ പോവുകയാണ്. നമുക്കൊരു 2 ഫ്ലവർ കൂടി വെച്ച് ചുറ്റിയെടുക്കാം.
ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ. ഓരോന്നായിട്ട് നമുക്കങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് കമൻസൊക്കെ തീരെ കുറവാട്ടോ വരുന്നത്. ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തിട്ട് തീരെ കമൻസ് കുറവാണ് വരുന്നത്. എങ്ങനെയായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. നല്ലതാണെങ്കിലും ഇനി അഥവാ നമ്മളുടെ വീഡിയോ ചെയ്യുന്ന ഫ്ലവർ മോശമാണെങ്കിലും എന്തായാലും നിങ്ങൾ കമൻസ് ഇടണേ. അപ്പോൾ അത് കാണുമ്പോഴല്ലേ നമുക്ക് ഒരു എന്താ പറയുക സന്തോഷം, വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസ് ഇടണേ. നമുക്ക് കമൻസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് നമുക്ക് കമൻസ് നമ്മുടെ വീഡിയോ കാണുന്നവരും ഉണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് പോണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരും. നമ്മൾ ഓരോ ഫ്ലവേഴ്സായിട്ട് വെച്ചിട്ട് ചുറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവർ അല്ലേ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ചെറി ബ്ലോസം. നമ്മുടെ ലാസ്റ്റ് ഫ്ലവറാണ്. അതുകൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുറ്റിയെടുക്കാം. ഓക്കെ, ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് നമ്മുടെ ഫെവിക്കോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അമ്മനെ അടുത്ത് വരട്ടെ. കണ്ടോ? അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചെറി ബ്ലോസം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ, കമൻറ്റ്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, സീ യു. ഓക്കെ, ബൈ.